ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്ന് സൺഡേ ആണ് കേട്ടോ. നമ്മൾ 3 പേരും വീട്ടിലുള്ള ദിവസമാണ്. നമ്മൾ ചെറിയ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാലത്തെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഞാൻ നന്നാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചപ്പോൾ എനിക്ക് തോന്നി മസാല പിടിക്കണ നേരം കൊണ്ട് വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്ന്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു എനർജി ഉണ്ട്. ചേട്ടനും ആമിയൊന്നും എണീറ്റിട്ടില്ല. അവർ എണീക്കണേലും മുന്നേ ഞാൻ എണീറ്റ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് പോകാമല്ലോ. അങ്ങനെ ചില സൺഡേയ്സിലൊക്കെ പുറത്ത് പോകുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് എനർജി കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വലിയ കാര്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നുമില്ല, ചെറിയൊരു മേക്കപ്പ്, പിന്നെ നല്ലോണം സ്പ്രേ അങ്ങോട്ട് പൂശിയിട്ടുണ്ട് ഒരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ട്. സുഗന്ധം അങ്ങോട്ട് പരക്കട്ടെ. അങ്ങനെ ഇതേ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത്, ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് മേലൊന്ന് കഴുകിയിട്ടുള്ളൂ. ഇത് കണ്ട, ഞാൻ ഇന്നലെ അരച്ച് പൊന്താനായിട്ട് മാറ്റി വെച്ച ദോശമാവാണ് കേട്ടോ. നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. സ്പോഞ്ച് പോലെ പഞ്ഞി പോലെ പതുപതുത്തിരിക്കണം കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ 2 തവി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് വട്ടനെ 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 ചുറ്റി 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 പരത്തി കൊണ്ടുവരില്ലേ ദോശ. അത് ഭയങ്കര കാമിങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇങ്ങനെ പരത്തി 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 കൊണ്ടുവരാൻ. പിന്നെ കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആമിക്കുട്ടിക്കാണ് കേട്ടോ. ഞാനും കഴിക്കും, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നല്ല നാളികേരപ്പാൽ ഒഴിച്ച് വറ്റിച്ച ചിക്കൻ കറി, അതിൻ്റെ കൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത ദോശ. നല്ല കോമ്പിനേഷൻ അല്ലേ? പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുഴുവൻ മസാല റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നാടൻ ചിക്കൻ കറിയുടെ രുചി കിട്ടണമെങ്കിൽ നമ്മുടെ മുഴുവൻ മസാല, വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മസാല തന്നെ ഇട്ടാൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. മറ്റു കടയിൽ നിന്ന് വാങ്ങുന്ന മസാലകൾക്കൊന്നും അങ്ങനെ ഒരു രുചി എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ദോശ റെഡിയാവുന്നുണ്ട്. 2 ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചായയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടിയും ചേട്ടനൊക്കെ എണീക്കുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മസാലകളൊക്കെ വറക്കണ സമയത്ത് വലിയ വലിയ ഐറ്റംസൊക്കെ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് ഈ കുഞ്ഞു പെരിഞ്ചീരകം പിന്നെ ആ തരിതരി പോലെയുള്ള ഐറ്റംസൊക്കെ ഫൈനൽ സ്റ്റെപ്പിൽ മാത്രമേ ഇടയാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും, മസാലയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആമിക്ക് ബൂസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചോളൂ. എണീറ്റ് വരുമ്പോഴേക്കും ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ആൾ ബ്രഷ് ചെയ്ത് അത് കുടിച്ചോളും. നമ്മുടെ മസാല ഫൈനായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആക്കിയിട്ട്. ഇനി അതൊരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ ഞാൻ സവോള, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, നാളികേരം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുളിക്കാൻ പോണതിൽ മുന്നേ ഞാൻ മസാല പുരട്ടി, അതായത് മുളകും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ അത്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് ഘട്ടമായിട്ട് സബോളയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് നല്ലപോലെ വഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു പാത്രം അങ്ങോട്ട് കഴുകി ഒഴിക്കും കേട്ടോ, 2-3 തവണ അത് കഴുകി ഒഴിക്കുക. നമ്മുടെ പൊടിച്ചു വെച്ച മസാല, ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത മസാല ആഡ് ചെയ്തു. അത് 2-3 സ്പൂൺ ആഡ് ചെയ്ത് ഈ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ നാളികേരപ്പാലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ രുചിയിലുള്ള പാലൊഴിച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിയും ദോശയും കൂട്ടി കഴിക്കാനായിട്ട് ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായയും എല്ലാം റെഡിയായി. നമ്മുടെ ടീംസൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ബ്രഷിങ്ങും കുളിയൊക്കെ കഴിഞ്ഞത് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. പിന്നെ നമ്മൾ വേഗം ചടപടയുന്ന ആമിക്കുട്ടീനെയൊക്കെ ഒരുക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പോണത് സുവോളജിക്കൽ പാർക്ക് കാണാനാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണത് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ചെയ്തില്ലേ തൃശ്ശൂരത്തെ, ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഗാലറിയിൽ കിടന്ന് പൊടി പിടിച്ച വീഡിയോ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ തുനിയുന്നത്. അങ്ങനെ നമ്മുടെ തൃശ്ശൂരുകാരുടെ പുത്തൂര് തുടങ്ങിയിട്ടുള്ള പുതിയ സുവോളജിക്കൽ പാർക്കിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു കേട്ടോ. 2 സൈഡും നിറച്ച് മരങ്ങളൊക്കെ വെച്ച് ഗംഭീര സെറ്റപ്പാണ്. കൺസ്ട്രക്ഷനൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളെത്തിയത് നല്ല നട്ടപ്പറ വെയിലുള്ള നേരത്തായിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റ് ചാർജൊക്കെ വേണമെങ്കിൽ ഞങ്ങളിതേ കണ്ടോ, പോസ് ചെയ്തിട്ട് കണ്ടോ, ബസ് ഫെയർ ഒക്കെ കണ്ടുള്ളൂ കേട്ടോ. നമ്മൾ ബസ് സർവീസൊക്കെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ല, കുറേ പേരൊക്കെ നടന്ന് കാണാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ 2 പേര് മാത്രമായിരുന്നെങ്കിൽ നടന്ന് കാണാമായിരുന്നു. ഒത്തിരി നടക്കാനായിട്ടുണ്ട്.
നടക്കാനൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നെ അതിലേറെ വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂ ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ എന്നെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരൊറ്റ ആളുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ സൂ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തുടക്കമായത് കൊണ്ടായിരിക്കണം, ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബസ് സർവീസ് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബസ്സിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, അതുകൊണ്ട് വല്ലാണ്ട് ടയേർഡായി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആമി ആകപ്പാടുണ്ടായിരുന്നു എൻ്റെ ഒരു കുട കൈക്കലാക്കിയിട്ട്. അവൾ ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല, ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ചൂടി കൊണ്ട് കിടക്കായിരുന്നു. നമ്മൾ എടുത്തിട്ട് കുട ചൂടാൻ ശ്രമിച്ചാലും അവൾ സമ്മതിക്കില്ല കേട്ടോ. നല്ല വെയിലത്ത് ഒന്നും കാണാനില്ലാണ്ട് ഞങ്ങളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് എന്തിനെങ്കിലും ഒന്ന് കാണുമോ എന്ന് പറഞ്ഞിട്ട് നടന്ന് തളർന്നു കേട്ടോ. ആമീൻ ചേട്ടൻ എന്നെ പറയാത്ത ഒന്നുമില്ല. സത്യത്തിൽ അവിടേക്കൊന്നും ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാ ഓപ്പൺ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത്ര നേരത്തെ ഒത്തിരി പേര് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ അധികമൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് കാര്യമായിട്ടുള്ള ചെറിയ ഐറ്റംസ് മാത്രമേ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ വിഷമം തീർക്കാനായിട്ട് നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലോട്ടാണ്. ആമി ഒരേ വാശിയായിരുന്നു, ഒന്നും കാണാണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിംഹം പുലിക്കാണെങ്കിൽ വലിയ കൂടുകളാണല്ലോ പണിതിട്ടുള്ളത്. അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പോയി കിടക്കുമ്പോൾ നമുക്ക് അകലയിൽ നിന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണേ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ചെറിയൊരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാശൊക്കെ പിടിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസമായി. പിന്നെ ആമീനെയും കൊണ്ട് നമ്മൾ ഇവിടെ കുട്ടികളുടെ പ്ലേ ഏരിയയില്ലേ, അതാണ് ആമയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. എന്നെ ഇവിടെ പർച്ചേസ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുഞ്ഞു കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ജ്വല്ലറി, ആമിക്കൊക്കെ ഇടാൻ പറ്റിയ നെക്ക് പീസുകൾ, സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ആമിയുടെ ലക്ഷ്യസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ആമി ഡബിൾ ഹാപ്പി ആയിട്ട് എല്ലാ റൈഡിലും അറഞ്ചും പുറഞ്ഞ് കയറുന്നുള്ള വാശിയിലായിരുന്നു. ആദ്യം തന്നെ ഓടി വന്ന് ഈ ഒരു റൈഡിലോട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൽ ആരും കണ്ടില്ല, ആമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യിക്കില്ല എന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷേ ആമിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ. ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ചെറിയ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം റൈഡൊക്കെ അങ്ങനെയാണ് കേട്ടോ, ചെറിയ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് കൊള്ളാം. ഞങ്ങൾ വൈമാളിൽ പോകാറുണ്ട്, അവിടെ ഇത്രയും വലിയ റൈഡുകളൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ചില റൈഡിലൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഗാർഡിയൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ കണ്ടു. പിന്നെ ഇതിൽ 1 അവറിൻ്റെ സെക്ഷൻ ഉണ്ട്. അതായത് 1 അവർ നമുക്ക് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവരെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. 1 അവർ അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേ കുട്ടികളുണ്ടായിരിക്കും. 1 അവർ കഴിയുമ്പോൾ അവരെ ഇറക്കി വിടും. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. കിടാങ്ങളെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞങ്ങളുടെ ചെറുതിൽ അങ്ങനത്തെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ്, നല്ല രസമുണ്ട്. ഈ റൈഡിലൊക്കെ ആമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആമിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണാറില്ലേ, ആ ഒരു സെറ്റപ്പ്. പിന്നെ ഈ ഒരു റൈഡിൽ കയറാനും ആൾക്ക് ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഒറ്റയ്ക്ക് കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നതേ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത റൈഡിൽ ആമി ഏരിയയ്ക്ക് ഇത് ചേട്ടനെ ഇരുന്നു കേട്ടോ. ഒരു കാർ റൈഡായിരുന്നു. എന്നെ കുറേ വിളിച്ചു, പക്ഷേ ഞാൻ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇതേ ചേട്ടനെ തള്ളി വിട്ടിട്ടുണ്ട്. ഈ റൈഡിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേതുപോലെ ഒഴിഞ്ഞു കിടക്കുകയല്ലായിരുന്നു, കുറച്ച് പോകിയൊക്കെ ഫിൽഡായിരുന്നു. പിന്നെ ഇവിടെ ഒരു 1 അവറിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വൈമാളിൽ ഞങ്ങൾ പോകാറുണ്ട്. വൈമാളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ആമിക്കുട്ടീനെ 1 അവർ നമ്മൾ ഒരു പ്ലേ സെക്ഷനിലോട്ട് വിടാറുണ്ട്. അവിടെ സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുറേ കുട്ടികളും ഉണ്ടാവും. 1 അവർ അവരെ കളി കഴിയുമ്പോൾ നമ്മൾ പോയി പിക്ക് ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഷോപ്പിങ്ങോ പർച്ചേസിങ്ങോ ഒക്കെ പോയി ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒട്ടും ബോറടിക്കില്ല, നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. ഇതാണ് ആ ഒരു 1 അവറിൻ്റെ സെക്ഷൻ കേട്ടോ. ഇതിൽ കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. അങ്ങനെ വലിയ പ്രശ്നമുള്ളൊരു ഏരിയ അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് കുട്ടീനെ അവിടേക്ക് കടത്തി വിട്ടിട്ട് ഒരു 1 അവർ കഴിയുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം, പർച്ചേസിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ആമീനതേ നമ്മൾ സക്സസ്ഫുള്ളി അങ്ങോട്ട് തള്ളി വിട്ടു. എന്നിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഫുഡ് കോർട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ റിലാക്സ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു സ്മൂത്തി, ഷെയ്ക്ക് അതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.